ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇസ്തിരി ഇടാതെ ഷർട്ടും മുണ്ടിടുന്നത്. നാട്ടുകാരെന്ത് കണ്ടാന്ന് വിചാരിക്കും. സാർ എത്ര പെട്ടെന്ന് ഇറങ്ങിയോ? ഞാനിടയ്ക്ക് ആ വേലാതിന്റെ പലചര കടയിൽ ഒന്ന് കയറി. ഇന്ന് സ്റ്റോക്ക് എടുക്കുന്ന ദിവസമാണ്. ലിസ്റ്റ് വാങ്ങാൻ വേണ്ടി ഒന്ന് കയറി. എന്താ സാറേ പതിവില്ലാത്തൊരു രൂപം? ഓ, ഷർട്ട് മുണ്ട് തേച്ചില്ലേ? അവൾക്ക് സൗകര്യമില്ലെന്ന്. അല്ല, സാറിന് തേച്ചുകൂടായിരുന്നാ? ഞാൻ ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഓ, ഒരു ഷർട്ട് തേക്കാൻ വേണ്ടി ഇതിനു വേണ്ടി അധ്വാനം എന്തോന്ന്? ഇതെന്തോന്ന് ഗുസ്തിയാ? ഗുസ്തി പിടിച്ചാ പൊള്ളൂ. ഓ, അത് സാരമല്ലേ സാറേ, ആദ്യമായിട്ടായതുകൊണ്ടാ. ഇതങ്ങ് സ്ഥിരമായിട്ട് തേച്ചാ മതി, അപ്പൊ പഠിക്കാം. ഷർട്ട് തേക്കാൻ പഠിച്ചാ പോരാ, പാചകം കൂടി പഠിക്കണം. അത് അവൾ ഇനി അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. രാവിലെ കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് കഴിക്കണം. സാറേ എന്റെ സാറേ, ഇപ്പൊ സാറ് കാണിക്കുന്നത് പരമവിഡിത്തമാണ്. ഇപ്പൊ രാവിലെ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ ചെന്ന് സാറ് കാപ്പി കുടിച്ചു എന്ന് വിചാരിക്കുക, എത്ര രൂപയാവും? അരക്കുറ്റിപ്പൊട്ട്, ഒരു പപ്പടം, ഒരു ചായ, ഒരു 14-15 രൂപ തീരും. ശരി, ഉച്ചയ്ക്കോ? ശിശുപാലിട്ട് വാങ്ങിക്കും. ശിശുപാല വാങ്ങിത്തരും, പക്ഷെ കാശ് സാറ് കൊടുക്കണമല്ലോ. ഒരു നല്ല ഊണിന് മിനിമം ഒരു 30 രൂപയാവും. 24 രൂപയ്ക്ക് കിട്ടും ബഷീറിന്റെ കടയില്. അത് പശുവിനെ കൊടുക്കാൻ കൊള്ളാം. സാറ് മനുഷ്യൻ തിന്നൂല അത്. ശരി, അത് പോട്ട്. വൈകുന്നേരത്തെ ചാപ്പാട് കൂടെ ആകുമ്പോൾ ഒരു ദിവസം ഒരു 10-60 രൂപയാവും. ഒരു മാസമാണെങ്കിൽ രൂപ 1800. ഇത് സാറിന് മാത്രം ചെലവ്. ഇനി വക്കീലിന്റെ ചെലവോ? വക്കീല് സാറിനെ പോലെ കാടും പടലൊന്നും അല്ലല്ലോ കഴിക്കുന്നത്. ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചിക്കൻ ഫ്രൈ, അങ്ങനെ 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 പോകും ലിസ്റ്റുകൾ. ഒരു ദിവസം മിനിമം ഒരു 100-150 രൂപയ്ക്കും വക്കീല് കഴിക്കും. മൊത്തം അങ്ങനെ മാസം 4800 രൂപ. 2 പേർക്കും കൂടി രൂപ 6300. ഒരു വേലക്കാരിയെ നിർത്തിയാൽ 3500 രൂപയിൽ തീരും. സാധനം വാങ്ങാനുള്ള ചെലവേ ഉള്ളൂ. ഈ 6300 രൂപയിൽ എല്ലാം തീരും. പക്ഷെ അങ്ങനെ ഒരു വേലക്കാരി ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് വീട് വൃത്തിയാക്കാം, തുണി അലക്കിക്കാം, തേപ്പിക്കാം, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഒരു പേന എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ അവള് ഒന്നിന് 3 പേന എടുത്തോണ്ട് വരും. അറിയാം, വക്കീലിനെ പോലെ ആയിരിക്കൂല. എന്തോന്ന് ഞാൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ സാറേ, വക്കീലിന്റെ മുഖവും തെളിയും, സാറിന്റെ കാര്യവും നടക്കും. അല്ലെങ്കിൽ എന്നും ഇതുപോലത്തെ ഉടഞ്ഞ ഷർട്ട് മുണ്ടുവിട്ടുണ്ട് ഓഫീസിൽ പോയിട്ട് വരും. മഹാനാണക്കേടാണ് സാറേ. സാറേ വരുതാ? ഞാൻ ഓർമ്മിച്ചില്ല, കാർബൺ മോണോക്സൈഡ് പിടികിട്ടി. ഞാൻ പോണേ. ഇതെന്താ ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം? നിന്റെ ഒരാഗ്രഹം ഞാനായിട്ട് സാധിച്ചതില്ലെന്ന് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. എങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞപ്പോ തന്നെ സമ്മതിക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദുരഭിമാനം. ഭാര്യ പറയുന്നത് കേൾക്കുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് സാറിന്റെ ഈ ധാരണ ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. ഉത്തമനോട് എത്രയും പെട്ടെന്നൊരു ജോലിക്കാരെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ വല്ല പ്രശ്നം തീർന്നല്ലോ. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. ഈ മനംമാറ്റത്തിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പല്ലേ വില്ലേജ് ഓഫീസറെ? എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല. എന്റെ മോഹനേട്ടൻ എന്ത് നല്ല മനുഷ്യനാന്ന് ആലോചിക്കുകയായിരുന്നു. സത്യം? ഭാര്യ പറയുന്നത് അനുസരിക്കുന്നത് മഹാമോശമാണെന്ന് കരുതുന്ന ആണുങ്ങളുടെ വിധി ഇതാണ്. പെണ്ണുങ്ങൾ പണിമുടക്കിയാൽ തീരുന്ന ശൗര്യമേ ഈ ആൺസിംഹങ്ങൾക്കുള്ളൂ എന്നതാണ് ഗുണപാഠം. പക്ഷെ പലപ്പോഴും പെണ്ണുങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ടും പോട്ടെ എന്ന് വയ്ക്കുന്നത് കൊണ്ടുമാണ് കുടുംബങ്ങളിൽ ആൺവാശി ജയിക്കുന്നത്. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത സത്യഭാമയും മനസ്സില്ലാ മനസ്സോടെ വഴങ്ങിക്കൊടുക്കുന്ന മോഹനകൃഷ്ണനും കൂടി വീട്ടിൽ നിയമിക്കാൻ പോകുന്ന വേലക്കാരിയുടെ കഥയുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.